വരൂ സർ. വരൂ സർ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അതാണല്ലോ ഞങ്ങളുടെ ജോലി. ആ ചെയർ ഞാൻ എടുക്കാൻ ചെഞ്ചു. ചെയർ ഞാൻ എടുക്കാം. കേറ് സർ. സാറേ ഇരിക്കും സാറേ. ഇങ്ങോട്ടിരിക്കുക. കവയ്ക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. കസേര ടൈൽസിൽ കവയ്ക്കാതെ സൂക്ഷിക്കണമെന്ന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബസ്സിലാണോ വന്നേ? പോലീസുകാരിലും പോവാലോ. ആരാണ്? ഭർത്താവായിരുന്നു. ഇപ്പോഴും അതെ ഭർത്താവാ. പോലീസിൽ ചേർക്കായിരുന്നു. ഇവള് സമ്മതിക്കാത്തോണ്ടാന്നേ. ചിഞ്ചു സമ്മതിക്കാത്തോണ്ടാന്നേ. നിങ്ങളല്ല, ഇദ്ദേഹം. ചായ വേണ്ട, കഴിച്ചായിരുന്നു. കഴിച്ചാ? സാറ് കഴിച്ചായിരുന്നു? അല്ല ഞാൻ പിന്നെ സാറിനൊക്കെ അവിടെ താഴെയാണ് താമസം റെഡിയാക്കിയിരിക്കുന്നത്. താഴെ ഒരു വീടുണ്ട്. നമുക്കൊക്കെ അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. അല്ല സാർ, ലേഡീസ് ഒക്കെ ഇവിടെ താമസിച്ചോട്ടെ. നിങ്ങളൊക്കെ അവിടെ, ലേഡീസ് ഒക്കെ ഇവിടെ. അതെന്താ? സൂച്ചിലെന്തോ പാമ്പ് കടിച്ച് ചാവാനായിരിക്കും വിധി. ചാവി ഉണ്ട് ചോദിച്ചപ്പോഴാണ്. ഇന്ന് സാർ ചാവി. പിന്നെ ഭക്ഷണം ഇവിടെ ആയിരിക്കും അല്ലേ? അല്ലല്ല, തൊട്ട് താഴെ ഒരു ചായക്കുണ്ട്. അവിടെ നിന്ന് ചോദിച്ചാൽ മതി, എല്ലാം കിട്ടും. ഞാൻ ലഗേജ് എടുത്തു വെക്കാം. ശരി സാർ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളിവിടെ ഉണ്ട്. ഓക്കെ സാർ, അത് മതി. ഒന്നും കൊണ്ടും പേടി. ഇവരെ എന്തെങ്കിലും ചെയ്യും. അല്ല ഞാൻ ഇപ്പൊ പറയാൻ. ചിഞ്ചുറാണി കൂതറ വിളയാട്ടം നിർത്തുക. ഇതെങ്ങനെ സഹിക്കും? അല്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? അങ്ങനെ ചോദിക്കും ചിഞ്ചു അങ്ങോട്ട്. അല്ല മേഡം, ഞങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോ 2 മണി കഴിഞ്ഞു. അത് ഞങ്ങൾ അറിയേണ്ട കാര്യമാണോ? ഉണ്ടോ? ഇത് ചെയ്തത് ആരാണെന്ന് ഞങ്ങൾക്കറിയണം. ഞങ്ങൾ ഇത്ര മാന്യമായിട്ട് ജീവിക്കണവരാ. സംശയം ഉണ്ടോ ജംഗ്ഷനിൽ പോയി ചോദിക്കും. ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി വന്നതാ. സാർ ഇന്നലെ രാത്രി ഇവിടെ ആരോ ചിഞ്ചുറാണിയുടെ വീട്ടിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. സാർ ഒന്ന് വന്ന് നോക്കണം സാറേ. നിങ്ങളൊക്കെ അവിടെ എന്ത് നോക്കി നടക്കായിരുന്നു? ഞാനതല്ല പറഞ്ഞത്, കാര്യത്തിന്റെ ഗൗരവം അറിയിച്ചതാ. സാറൊന്ന് വാ. ചിഞ്ചുറാണി ആകെ കലിപ്പ്. ഞാൻ IG വിളിക്കണമെന്ന് ചോദിക്കേ. വേണ്ട മേഡം, ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ ചിഞ്ചിറാണിയുടെ വീട്ടിൽ ഇന്നലെ രാത്രിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. സാറേ, ഇന്നലെ പാതിരാത്രി നമ്മൾ ഒരുപാട് വൈകിയല്ലേ ഇവിടെ വന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവര് നല്ല കലിപ്പില്ല. മനുഷ്യൻ രാവിലെ പല്ല് തെക്കാൻ തൂറുമൊന്നും വേണ്ടേ? ഓരോ മെനകെട്ട പെണ്ണുങ്ങൾ ഓരോ പരിപാടി ഒപ്പിച്ചു വെക്കും. നമ്മൾ വേണം കിടന്നോടാൻ. അത് കൊള്ളാം. എന്താ എവിടാ? നോക്ക് സാറേ. കാണു സാറേ. നിങ്ങളൊക്കെ എന്ത് പോലീസുകാരാ? നിന്റെ തന്തയല്ല എന്റെ തന്ത. ചിഞ്ചുറാണി കൂതറ വിളയാട്ടം നിർത്തുക. ഇത് കണ്ടില്ല സാറേ, സാമൂഹ്യ വിരുദ്ധന്റെ മേനകൃതി. നല്ല ഭാവനയാണല്ലോ. ഇത് ഭാവനയല്ല സാറേ. നിങ്ങൾ എല്ലാവരുടെ ഡ്യൂട്ടിയിലുള്ളപ്പോ ഇത് ചെയ്തവനെ സമ്മതിക്കണ്ടേ? അത്രയുണ്ട് പോലീസിന്റെ കാര്യക്ഷമത. ഏതു ദ്രോഹിയാണെങ്കിലും ഒരു സ്ഥലവും അശുദ്ധമാക്കാൻ പാടില്ല. ഇന്നു മുതൽ കൂടുതൽ ശ്രദ്ധ വേണം, മനസ്സിലായോ? രാത്രി എത്ര ഇരുട്ടിയാലും ഞാൻ സജീവമായിട്ടുണ്ട് സാറേ. എപ്പോ വേണേലും എന്നെ സമീപിക്കാം. ഈ പരിസരത്ത് നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? സാറേ, ഈ പരിസരത്ത് നിന്നല്ല, കേരളം മൊത്തം കട്ട സപ്പോർട്ടാ എന്റെ ചിഞ്ചുമോക്ക്. ഇല്ലേ മുത്തേ? അതറിയോ? അതറിയാം. പാചകത്തിന് സിറ്റിയിൽ നാളെ ഇറക്കാന്ന് ഞാൻ പിടിച്ച പിടിയാലേ അങ്ങ് പറയലായിരുന്നു. പിന്നെ സാറേ, അല്ല പിന്നെ സാറേ 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 ദേതടാ ഈ മലയണ്ണൻ? മലയാളാനാ? ഞാനൊരു ചായക്കടക്കാരൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? പത്രോസ് എന്നാ പേര്. ആളാ ഇത്. ഭക്ഷണം കൊണ്ട് വന്നാ. പത്രോസ് വിളിക്കും. പത്രോസ് ഒന്ന് വിളിച്ചില്ലെങ്കിലോ? വിളി കേൾക്കൂല. പിന്നെ എടോ പത്രോസേ, ഓ ചില കാര്യങ്ങൾക്കായി ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. സാറേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് 2-3 നേരത്തെ ഭക്ഷണം വേണ്ടി വരും. സാറേ, ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വായി വെച്ച് കഴിക്കാൻ കൊള്ളാവുന്നതാണോ? കഴിച്ചു നോക്ക്. എന്റെ ദൈവമേ, പത്രോസിന്റെ ഉണ്ടമ്പൂര് തിന്നിട്ടുണ്ടോ? എന്ത് രുചിയാന്നറിയാമോ? പത്രോസിന്റെ ഉണ്ടമ്പൂര് നീ തന്നെ അങ്ങ് തിന്നാ മതി. പത്രോസിന്റെ വീട് എവിടാ? ഞാനിവിടുത്തെ തരണല്ലേ സാറേ. ഓ, എന്റെ വീട് ഒരു ഉൾപ്പെടല് ഒലിച്ചുപോയി. അതിന്റെ കൂടെ അമ്മയും പെങ്ങളൊക്കെ പോയി. അച്ഛൻ നേരത്തെ മരിച്ചു പോയതാ. ഇപ്പൊ ഞാൻ തനിച്ചാണ്. ഇപ്പൊ ഞാനിവിടെ വന്ന് ചില്ലറ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുക. സാറേ, അതോടെ ഇരിക്കട്ടെ, കടയിലെ ആളില്ല. കടയിലെ ആളില്ലെങ്കിൽ എന്തിനാ പോണേ? ഇവിടെ നിക്കുന്നേ.
ആ ഹലോ അവലോസ് ഉണ്ടാ? അവലോ സാധനം വല്ലതും കിട്ടുമോ? സാർ ഉദ്ദേശിച്ച സ്മോളാണോ? സാറേ അതിന് ടൗണിൽ പോണം സാറേ. അതല്ലടാ, ചാത്തനായാലും മതി. ചാത്തൻ ഇടോ. ഞാൻ നോക്കട്ടെ സാറേ. മതി മതി. അയ്യോ ചിഞ്ചു അന്വേഷിക്കും, ഞാനങ്ങ് ചെല്ലട്ടെ. ഇനി മുടുക്കത്തിന് ഓടിച്ച് കറക്കുമല്ലോ. എന്നാ പിന്നെ കഴിച്ചാലോ സാറേ? എണീറ്റ് വാ. ഇവളുമാരെന്നാ നേരത്തെ എഴുന്നേറ്റോ? വെറുതെ ഫോണിൽ വിളിച്ച് ചീത്തവിളിയും ഭീഷണിപ്പെടുത്തലും വന്നേ. പിന്നെ നിങ്ങളൊക്കെ ഉള്ള ധൈര്യത്തില് ഇന്നലെ ഞാൻ സുഖമായിട്ട് കിടന്നു ഉറങ്ങി. പക്ഷെ ഞാനൊട്ടും ഉറങ്ങിയില്ല. ആനോട്ടിയേ റൂമിന് പുറകെ ആരോ നടക്കുന്ന പോലെ തോന്നിയായിരുന്നു. ഞാനാന്ന് മനസ്സിലായോ? ആരാന്ന് മനസ്സിലായോ? ചേട്ടനെന്താ ജോലി? എനിക്ക് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ചിഞ്ചു പറഞ്ഞേക്കണത് പുറത്തിറങ്ങരുതെന്നാ പറഞ്ഞേക്കണത്. ഇങ്ങനൊരു ഭാര്യ കിട്ടിയത് ചേട്ടന്റെ ഭാഗ്യം. പിന്നെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഞാനൊരു വര അങ്ങ് വരച്ച ഞാൻ അപ്പുറത്തേക്ക് പോവില്ല ചിഞ്ചു. ദീപു, ആ ചിഞ്ചു ചായ ഞാൻ അങ്ങോട്ട് ഇടാം. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതാവുമ്പോ രണ്ട് കാര്യം കൂടെ ഒരുമിച്ച് പറയാം. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്നു അമ്മേനെയും പെങ്ങളും തിരിച്ചറിയാത്ത ചില നാറികളുടെ ഫോൺ കോള്. ചേറ്റകള്. അവൻ്റെ ഒക്കെ കളി ചിഞ്ചിറാണിയുടെ അടുത്താ. മേഡം ആ നമ്പർ ഒന്ന് തരുവോ? മേഡത്തിനൊരു മകനുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതുവരെ കണ്ടില്ല. അവൻ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും, അങ്ങനെയാ. നമസ്കാരം. നമസ്കാരം. ഇവിടെ അടുത്തൊരിടം വരെ വന്നാ അപ്പഴാ അറിഞ്ഞ ചിഞ്ചുറാണിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ആരോ ഇവിടെ വന്നെന്ന്. എന്റെ ഇടവക ആയതുകൊണ്ടൊന്ന് ഇടപെടാന്ന് കരുതി വന്നാ. ഒന്ന് പരിചയപ്പെട്ടു പോവാം. എന്താ പേര്? ചന്ദ്രൻ നായർ. ഓ, ചന്ദ്രൻ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, ഒരാളുടെ ഉണ്ട്, ഭരതൻ. ഈശോഭിഷേക്ക് സ്ഥിതിയായിരിക്കട്ടെ ഭരത. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇരുന്നട്ടെ. എന്നാ ഒന്നിരുന്നാക്കാം. ഒരു കസേരേ ഉള്ളൂ ഈ വീട്ടില്. ഇങ്ങോട്ടിട്ടു. അച്ഛൻ ഇരിക്കാൻ ഒരെണ്ണം പോരെ? ആ ഇനിയും വേണം. ഒടിയോടാവൂ. ഈയിടക്ക് ആലോചിച്ചിട്ട് കൂടിപ്പോയേ. ഓരോരുത്തരുണ്ടാക്കുന്ന പ്രശ്നത്തില് കഷ്ടപ്പെടുന്നത് നിങ്ങളെപ്പോലത്തുള്ളവരാ അല്ലേ? അല്ല, പെണ്ണ് വല്ല ആവശ്യമുണ്ടോ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആർക്കാനായിട്ട്? ലക്ഷ്മണൻ അല്ലേ? അല്ല, ഭരതൻ. ഓ, ലക്ഷ്മണൻ മഹാഭാരതത്തിലാണല്ലോ. ലക്ഷ്മണൻ രാമായണത്തിലാച്ചോ. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മറിയം. സാറിന് മുട്ട വേണോ? രണ്ടെണ്ണം വാങ്ങിച്ചോ വെറുതാ? വാങ്ങിച്ച് പുഴുങ്ങി വെച്ചാലോ? വൈകിട്ട് വൈകിട്ട് കവട്ടയുടെ കൂടെ ചാമ്പ. അതെ, ചാമ്പിക്കോ. മുട്ടയ്ക്ക് എന്നാ വില? ഒരെണ്ണത്തിന് 6 രൂപ. ഒരെണ്ണത്തിന് 6 രൂപ? 60. 6 36 16 60. അപ്പൊ 10 മുട്ടയ്ക്ക് 60 രൂപയോ? ആ, എടുത്തു സാറേ. പൈസ പിന്നെ തന്നാ മതിയോ? മതി സാറേ. ആ, മതിയെന്ന്. എന്നാ എടുത്തോട്ടെ. എടുത്തോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് മുട്ട ഇടണം കേട്ടോ. മുട്ട കൊണ്ട് തരണമെന്ന്. മുഴുത്ത മുട്ടയാണല്ലോ. നന്ദി. ആളിച്ചിരി പെശകായിരുന്നു. ഞാനൊന്ന് ഉപദേശിച്ചു. ഇപ്പൊ കർത്താവ് അവളെ തരാമെന്ന് നോക്കി. അച്ഛൻ ഉപദേശിക്കണ്ടായിരുന്നു. ഇതിനാണോ മുട്ട മേടിച്ചേ? ആ, ഇതില് വിരലിട്ട് കത്തിച്ച നിന്ന് കത്തും. ആരോ കുടിക്കുന്നവരോ? ഇങ്ങോട്ട് ആരെങ്കിലും കയറി വരുവാടാ. ഇവിടെ ഇവിടെ ആര് വരാനായിട്ടാണ്? ഇവിടെ കാണാൻ പറ്റില്ല സാറിന്. ഇവിടെ ശരി ശരി, ഞാനങ്ങോട്ട് വിളിക്കാം. ഓക്കെ. പണ്ട് ഇവിടെ ഒരു കൊലപാതകം നടന്ന സ്ഥല, റോസ്മേരി വധം. കേട്ടിട്ടില്ലേ? ഇതുവരെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ പറ്റിട്ടില്ല. പിന്നെ അതൊക്കെ പോട്ടെ. കൊലപാതകത്തിന്റെ കഥയൊക്കെ ഞങ്ങൾക്കും അറിയാടോ. നാട് നന്നാക്കുന്ന പോലീസുകാരെ വാറ്റാരായ മേടിച്ച് കുടിക്കുന്നത് തെറ്റാണെന്നറിയാം. ഈ കൊതുകേടിയും തണുപ്പൊക്കെ മാറാൻ വേണ്ടി കഴിക്കുന്നതാ. ഒന്ന് ഉറങ്ങണ്ടേടോ. നീ തന്നെ ആദ്യം അടി, ഞങ്ങളുടെ ധൈര്യത്തിന്. അല്ല സാറേ, ഞാൻ കഴിക്കൂല. അത് കൊള്ളാലോ. അല്ല, ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് താൻ മിടുക്കനായിട്ട് നടക്കണം. അതുകൊണ്ടല്ല സാറേ, നമ്മളെ കൊണ്ട് ഈ കീടം അടിപ്പിച്ചിട്ട് ഇവന് ബാറിൽ പോയി നല്ല സാധനം അടിക്കാൻ അയ്യോ അല്ല സാറേ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇനി അഥവാ എന്തെങ്കിലും തരിപ്പ് തോന്നി കഴിഞ്ഞാല് ദേ കണ്ട, ഇത് പാക്കാണ്. അത് ഞാനിങ്ങനെ കഴിച്ചിട്ടിരിക്കും. അപ്പൊ ഒരു ചെറിയൊരു തരിപ്പ് കിട്ടും. അങ്ങനെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിഷം മാല കെട്ടിക്കൊണ്ട് നടക്കുക. നീ തന്നെ വെച്ചോ. പത്രോസ് ഒരു കാര്യം ചെയ്യും. ആകെ ഇവിടെ എപ്പോഴും വൃത്തികേടായിട്ട് കിടക്കുക. അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാളെ വിളിച്ചോണ്ട് പോവാ. അത് ഞാൻ തന്നെ ചെയ്തോളൂ സാറേ, ഞാൻ തന്നെ. ആയിക്കോട്ടെ, ഇപ്പൊ പോ, നാളെ വാ.
കുറച്ച് വെള്ളം അഴിച്ച് കേട്ടിടൂ. ഇവിടുന്ന് വെള്ളം ഏയ് അത് കയറിപ്പോ, ആ കോഴി വരുന്നുണ്ട്. ആ എന്താ മത്തായി, ഇന്ന് സ്റ്റേഷനൊന്നും പോയില്ലേ? ഇല്ല. നമ്മൾ ക്രിസ്ത്യാനികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, അതൊക്കെ മറന്നുപോയോ? ഇത് അച്ഛനെ കാണുമ്പോ അങ്ങ് മറന്നു പോകും. മറവി മനുഷ്യനെ മയക്കുന്ന ഒരു മരുന്നാ, അറിയോ? വന്നേ, ഈ അച്ഛനൊരു ഊളാന്ന് കരുതിയോ? നീ പോലീസ് സ്റ്റേഷൻ പറപ്പിക്കുന്ന ആളാണെങ്കിൽ ഞാൻ സഭയെ പറപ്പിക്കുന്ന ആളാ, അറിയോ? എന്നെ ട്രേസ കൊച്ചെന്തേ പന്നിയിറച്ചി ശങ്ക കുടുങ്ങി ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക. എന്തേ? ആ എന്താ മത്തായി ഒരു വശപ്രസയൊക്കെ പോലെ? അതെ, ഈ പോലീസുകാരെല്ലാം കൂടി അച്ഛന്മാരെ കുരിശെ തിറക്കല്ലേ, അത് സഭ പൊറുക്കിയല്ല. ഞാൻ ഇച്ചിരി വീഞ്ഞു കുടിച്ചിട്ട് വരാം. ഓർത്തമാര് പഠിച്ചോട്ടെ ഇറങ്ങിക്കോളൂ. സാറിൻ്റെ അടുത്തല്ലേ അടിക്കെന്ന് പറഞ്ഞ? ആ സൈഡാക്ക്. എവിടെയാണ് ഇതിൻ്റെ സ്റ്റാൻഡ്? സാറേ അവൻ നല്ല വെള്ളം കേട്ടോ. അവിടെ കിടക്ക്. എന്തൊരു ഇതൊന്ന് പിടിച്ച സാറേ, ഒരു മിനിറ്റ് സാറേ. സാറിന് എന്നെ മനസ്സിലായോ? നീ ആ യോഗ മാസ്റ്ററുകളുടെ പോയാളുടെ ഭർത്താവല്ലേ? അതെ, അവളുള്ള സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് സാറേ. നീ എന്തിനാണ് അവളുടെ കൂടെ പറയാൻ നടക്കുന്നത്? അവള് വല്ലോന്റെ കൂടെ പോയതല്ലേ? അവള് വല്ലോന്റെ കൂടെ പോയതല്ല സാറേ, അവളുടെ ട്രാപ്പിൽ പെടുത്തിയിട്ടുള്ളതാ. അവിടെ യോഗയൊന്നും അല്ല നടക്കണേ. അവിടെ നടക്കണേ എന്താണെന്ന് സാറിന് അറിയോ? അവിടെ മയക്കുമരുന്നിന്റെ കച്ചവടം സാറേ നടക്കണേ. സാർ ഇപ്പൊ പോവുകയാണെങ്കിൽ അവരെ കൈയോടെ പിടിക്കാം. ഇതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട, അത് നിങ്ങൾ കേരള പോലീസ് എടുത്തോളി. നീ എവിടെയാന്ന് വെച്ചാ പറ. സാറ് പോണെങ്കിൽ ഇപ്പൊ ബീച്ച് പരിസരത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരെ കൈയോടെ പൊക്കാം. എന്താ വെച്ചാൽ സാറ് തീരുമാനിച്ചോ. നീ വെക്കോ, ഞങ്ങൾ ഓക്കെ സാർ, ശരി. വണ്ടി എടുക്ക്. സകല എടുത്ത് വണ്ടി കയറ്റും. എന്താ സാറേ? ഒരു കാര്യം പറയാണ്ട്. എന്താ സാറേ? ഇങ്ങോട്ട് വാടാ. വരൂ, കയറിയിരിക്കൂ. ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യൂ. മനസ്സിലായില്ല, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? മനസ്സിലാക്കി തരാം. സാറേ ഇവരെ ഞങ്ങളെ ചതിക്കായിരുന്നു സാറേ. സാറേ ഞങ്ങളെ രക്ഷിക്ക് സാറേ. ഇവരെല്ലാം പിടിച്ച് വണ്ടി കയറ്റ്. മതി, ഇയാളെയും കയറ്റ്. നടക്ക്. തലല്ല സാറേ, ഞാൻ കയറിക്കോളാം. അതെ, ഇവിടെ വിട്ട് പോയില്ലട്ടോ.
പത്രോസ് വരാന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി? തിരക്കിലായിരിക്കും അല്ലേ? സാറേ, സത്യം പറഞ്ഞ അച്ഛനെ ഈ പണിക്ക് വിളിച്ചപ്പോ ഞാൻ വരില്ലായിരുന്നു. ഇതൊരു പ്രേതാലയോ സാറേ? പ്രേതാലയോ? പിന്നെ സാറന്മാരാണെന്ന് അറിഞ്ഞപ്പോ എൻ്റെ ഉള്ളൊരു ധൈര്യം കിട്ടി. ആ പെണ്ണിന്റെ കിടപ്പ് കണ്ട സഹിക്കൂല സാറേ. പിന്നെ പാവങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല സാറേ. പോലീസ് നായ വന്ന് മണം പിടിച്ച് ആ പുഴക്കര വരെ ഓടിയെത്തി. എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് തിരിച്ചോടി. അതിന് ക്ഷീണം കാണത്തില്ലേ സാറേ? അങ്ങനെ എത്ര കേസുകളാ തെളിയിക്കാതെ കിടക്കുന്നത്. പോലീസിനെ വെല്ലുന്ന ക്രിമിനലുകളുള്ള കാലമായിപ്പം. എന്നാ അവരെയൊക്കെ പോലീസിലെടുത്തുകൂടാ സാറേ? ഭരതനെ എങ്ങനെയാണോ എടുത്തേ? സാറേ, ഓരോ ദിവസം ചെല്ലും തോറും പേടി കൂടിക്കൂടി വരുക. അധിക നാൾ ഇവിടെ നിന്ന ആ ചത്തുപോയ പെണ്ണുമ്പിള്ളയുടെ ആത്മാവ് എൻ്റെ പിള്ളേരെ അനാഥമാക്കും. എല്ലാത്തിനും ഒരു ചോര മണമാണ് സാറേ. സാറേ, നമുക്ക് ഈ പള്ളിയിലച്ഛനെ കൊണ്ടുവന്നൊന്ന് വെഞ്ചാമരം വീശിച്ചാലോ? വെഞ്ചാമരോ? ആ, അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ഈ പുകയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് പനിനീരൊക്കെ ഇങ്ങനെ തളിക്കുന്ന. ഓ, വെഞ്ചരിപ്പ്. ആ, അത് തന്നെ. നമുക്കേ ആ അടുക്കള ഒന്ന് ശരിയാക്കി എടുത്താ വല്ലപ്പോഴും ഇച്ചിരി കട്ടൻ ചായ ഇട്ട് കുടിക്കാടൂ. അയ്യോ, അത് തുറക്കൊന്നും വേണ്ട സാറേ. അവിടെ കിടന്നാണ് ആ പെണ്ണുമ്പിള്ള എത്തത്. അവിടെ വെച്ച് കട്ടൻ ചായ ഇട്ടാലേ കട്ടൻ ചായക്ക് ചോരയുടെ മണം വരും. എന്തോ പറഞ്ഞാലും ഒരു പേടിയില്ല, ചിരിച്ചോണ്ടിരുന്നോളും. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ഇനി ഇതൊക്കെ മനസ്സിൽ വെച്ച് നടക്കാവോ? മറന്നുകൂടെ നിനക്ക്?